Hi friends, welcome to Pradap G Tech. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലേക്ക്. ഹായ്, ആദ്യമായിട്ട് നമുക്ക് വിവോയുടെ Y11 എന്നൊരു ഫോണിനെ കുറിച്ച് നോക്കാം. ഈ ഒരു ഫോൺ 8990 രൂപയ്ക്കാണ് 3GB RAM 32GB സ്റ്റോറേജ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓഫ്ലൈനിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തിരി പവർ കുറവായിരിക്കും. ഓൺലൈൻ പ്രൊഡക്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പവർ കുറവായിരിക്കും. സ്നാപ്ഡ്രാഗൺ 439 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. അതാണ് ഞാൻ പറയാൻ കാരണം, പവർ കുറവായിരിക്കും. ഒരു ഗെയിമിങ്ങിനൊന്നും വേണ്ടിയിട്ട് ഈ ഫോൺ നോക്കണ്ട. ഒരു നോർമൽ മിനിമം യൂസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വിവോ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ Y11 നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരിഗണിക്കാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഡിസ്പ്ലേ 6.35 വരുന്ന LCD ഡിസ്പ്ലേ ആണ്, HD ഡിസ്പ്ലേ ആണ്, ഫുൾ HD അല്ല. ബാറ്ററി 5000 mAh ഉണ്ട്. ഒരു തിരക്കില്ലാത്തൊരു സെറ്റപ്പ്. 13 മെഗാപിക്സൽ മെയിൻ ക്യാമറയും 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ അടക്കം ഡുവൽ റിയർ ക്യാമറ, ഫ്രണ്ട് ക്യാമറ 8 മെഗാപിക്സൽ. ജസ്റ്റ് ഒരു മിനിമം യൂസിന് വേണ്ടിയിട്ട് ഒരു മിനിമം ഫോൺ വിവോ ഫോൺ എടുക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ 8990 രൂപ കൊടുത്ത് ഈ ഒരു ലേറ്റസ്റ്റ് ഫോൺ എടുക്കാം. ആൻഡ്രോയിഡ് 9 തന്നെയാണ്. ആൻഡ്രോയിഡ് 10 ഒന്നും ഇപ്പോഴേക്കതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നില്ല. ഭാവിയിൽ അപ്ഡേറ്റോടെ ചിലപ്പോൾ വന്നേക്കാം. അടുത്തതായിട്ട് Realme x50 എന്ന ഫോണിനെ കുറിച്ചാണ്. ഓൾറെഡി ഈ ഫോണിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. Redmi K30 എന്ന് പറഞ്ഞ ഷവോമിയുടെ ഫോണിന് കോമ്പറ്റീഷൻ കൊടുക്കുന്ന റിയൽമിയുടെ ഒരു 5G ഫോണാണ് x50. ഈ ഒരു ഫോണിൽ വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 765G എന്ന് പറയുന്ന 5G പ്രോസറൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ഈ ഫോൺ വരിക. ബുക്ക് ചാർജ് തന്നെയാണ്. അതിനകത്ത് എന്താ പറയുക, 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ അത് നമുക്ക് അരമണിക്കൂർ കൊണ്ട് 70% ചാർജ് ആകുമെന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. കഴിഞ്ഞ ദിവസം X2 നമ്മൾ ഈ ഒരു ചാർജിങ് ഫെസിലിറ്റി ടെസ്റ്റ് ചെയ്തതാണ്. 50-52% ആണ് നമുക്ക് കിട്ടിയത് റിസൾട്ട്. എന്നാൽ ചില സുഹൃത്തുക്കൾ അവർക്ക് 60% വരെ കിട്ടിയതായിട്ടും പറയുന്നുണ്ട്. എന്നാലും ആ തരത്തിലുള്ള ഒരു ടെക്നോളജി തന്നെയാണ്, ചാർജിങ് ടെക്നോളജിയാണ് ഈ ഫോണിലും ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ളൊരു ഫോൺ 5G ഫോൺ, റിയൽമിയുടെ x50 എന്ന 5G ഫോൺ ജനുവരി 7 തീയതിയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് ചൈനയിലാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് എപ്പോഴാണെന്നുള്ള കാര്യം കൺഫേംഡ് അല്ല. എങ്കിലും നല്ലൊരു 5G ഫോൺ റിയൽമിയുടെ ഭാഗത്തു നിന്നും ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഭാവിയിൽ ഇതെല്ലാം കൂടി K30യും Realme x50 എല്ലാം കൂടി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കും 5G ഫോണുകൾ ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു കാര്യം, പോക്കോ F1 എന്ന ഫോണിന് ശേഷം F2 വരേണ്ട സമയം കഴിഞ്ഞു. നെക്സ്റ്റ് ജനറേഷൻ ഫോൺ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ഒരുപാട് റൂമേഴ്സ് ഒക്കെ നമ്മൾ കേട്ടു, പക്ഷെ ഒന്നും വന്നില്ല. ഒഫീഷ്യലായിട്ട് അവരൊന്നും പറഞ്ഞില്ല. എന്നാൽ റീസെൻ്റ് ആയിട്ടൊരു ട്വീറ്റ് വന്നു, ഇപ്പോൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ ഒഫീഷ്യലിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ട ഒരു കമൻറ്റ് ഇങ്ങനെയാണ്. ഒഫീഷ്യലിൻ്റെ ഭാഗത്തു നിന്നാണ്, വെറുതെ റൂമർ അല്ല. നിങ്ങൾ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു പോക്കോ F2 കുറിച്ച് നമുക്ക് 2020 ധാരാളമായിട്ട് കേൾക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. അപ്പോൾ പോക്കോ F2 2020 വരാൻ പോകുന്ന ഒരു ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 865ഉം ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേയും ഒക്കെയാണ് ഒരുപാട് പേര് റൂമേഴ്സ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെക്ടേഷൻ എന്ത് തന്നെയായാലും 2020 ഈ ഒരു ഫോണിനെ കുറിച്ച് കേൾക്കാം, അല്ലെങ്കിൽ 2020 നമുക്ക് ഈ ഒരു ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവും എന്നുള്ളതാണ് ഇപ്പോൾ മെയിനായിട്ട് അതിൻ്റെ ഒഫീഷ്യലിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടിരിക്കുന്ന ഒരു കമൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പോക്കോ ഫാൻസിന് ഒരു അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ 2020 ആ അപ്ഡേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് OnePlusന്റെ ഒരു ഫോൾഡിംഗ് ഫോണുകൾ വാവി അവതരിപ്പിക്കുന്നുണ്ട്. മോട്ടോ റൈസർ നമ്മൾ കണ്ടു, സാംസങ്ങിൻ്റെ ഗാലക്സി ഫോൾഡ്, സാംസങ്ങിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഫോൺ വരാൻ പോകുന്ന ഫോൾഡിംഗ് ഫോൺ. അതിൻ്റെ കൂട്ടത്തിൽ CES വരുന്ന ലാസ് വെഗാസിൽ നടക്കാൻ പോകുന്ന ഒരു മൊബൈൽ ഇവൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ OnePlusഉം അവരുടെ ഒരു ഫോൺ അവതരിപ്പിക്കുന്നുണ്ട്, ഒരു കൺസെപ്റ്റ് ഫോൺ. അതും ഒരു ഫോൾഡിംഗ് ഫോൺ ആവുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ OnePlusന്റെ ഭാഗത്തു നിന്നും ഒരു ഫോൾഡിംഗ് ഫോൺ വരാൻ പോവുകയാണ്. എന്നാലും BBK ഗ്രൂപ്പ് ആ ഒരു മേഖലയിലേക്ക് ഇത്ര ദിവസം കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ റിയൽമിയുടെ ഒക്കെ ടീം. അപ്പോൾ അവരുടെ തന്നെയാണ് ഈ OnePlusഉം. അപ്പോൾ ഈ OnePlusനകത്ത് ഫോൾഡിംഗ് ഫോണിലേക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. താമസിയാതെ തന്നെ OnePlusന്റെ ഭാഗത്ത് ഒരു ഫോൾഡിംഗ് ഫോണും മാർക്കറ്റിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഒരുപാട് റൂമേഴ്സായി അതിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ലാസ് വെഗാസിൽ ഇവൻ്റ് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് സാംസങ്ങിൻ്റെ M31 എന്നൊരു ഫോൺ വരാൻ പോകുന്നുണ്ട്. ഗീക്ക് ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഫോണുകളുടെ കൂട്ടത്തിൽ നിന്നാണ് ഈ സാംസങ്ങിൻ്റെ M31 കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നത്. 9611 എന്ന് പറയുന്ന എക്സിനോസ് പ്രോസർ വെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. അതിനൊപ്പം 48 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 12 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ, കുറച്ച് കൂടിയ വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാപിക്സൽ ഡെപ്ത് സെൻസറൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരിക. 6GB RAM 128GB സ്റ്റോറേജ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക എന്നാണ് പറയപ്പെടുന്നത്. M സീരീസ് ഫോണുകൾ ഹിറ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 30 ആയാലും 30S ആയാലും ഒക്കെ നല്ല ഫോണുകൾ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ജനറേഷൻ ഫോണാണ് M31. അപ്പോൾ ആ ഒരു സീരീസ് ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതിൻ്റെ ഒരു അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും M31 വരാൻ പോകുന്നുണ്ട്. ധൈര്യമായിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു നല്ല ഫോണായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എത്രത്തോളം നന്നായിരിക്കും എന്നുള്ള കാര്യം വന്നാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം കേൾക്കുന്നത് 9611 എന്ന് പറയുന്ന ആ ഒരു സെയിം പ്രോസർ തന്നെയാണെന്നാണ്. അപ്പോൾ എത്രത്തോളം നന്നാവുന്നുള്ള കാര്യം നമുക്ക് വന്നതിന് ശേഷം നോക്കാം. ഇനി അടുത്തൊരു കാര്യം, റിയൽമിയുടെ ഭാഗത്ത് നിന്ന് 1-2 അപ്ഡേറ്റുകൾ. 108 മെഗാപിക്സൽ ക്യാമറയുമായിട്ട് നമ്മുടെ ഷവോമിയുടെ MI Note 10 എന്ന് പറയുന്ന 108 മെഗാപിക്സൽ ക്യാമറയ്ക്കുള്ള ഒരു ഫോണിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഫോണിന് കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് റിയൽമിയും ഒരു ഫോൺ ഹാർഡായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 108 മെഗാപിക്സൽ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണായിരിക്കും. താമസിയാതെ തന്നെ അത് മാർക്കറ്റിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്.
എന്ത് റെഡ്മി ഇറക്കിയാലും അതിന് കോമ്പറ്റീഷൻ ആയിട്ട് റിയൽമി ഒരു ഫോൺ ഇറക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. 108 മെഗാപിക്സൽ ക്യാമറയുമായിട്ടുള്ള റിയൽമി ഫോൺ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ അടുത്ത ഒരു കാര്യം കൂടി, Mi Band 4 നമുക്കറിയാം ഷോമിയുടെ നല്ല ബാൻഡ് സീരീസ് ആണ്. അപ്പോൾ അതിന് കോമ്പറ്റീഷൻ ആയിട്ട് റിയൽമി ബാൻഡ് താമസിയാതെ തന്നെ മാർക്കറ്റിലേക്ക് എത്തും. 2020 ആദ്യ പകുതിയിൽ തന്നെ നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. വൂക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന പവർ ബാങ്കും താമസിയാതെ തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കുമെന്ന് റിയൽമി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിയൽമിയുടെ ഭാഗത്ത് നിന്ന് റെഡ്മിക്ക് കൃത്യമായ കോമ്പറ്റീഷൻ കൊടുക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ റിയൽമി ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല കോമ്പറ്റീഷൻ വരുമ്പോഴും നമുക്ക് കുറേ കൂടി നല്ല പ്രൊഡക്റ്റുകൾ നല്ല വാല്യൂവിൽ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടെക് അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.